ിലേക്ക് വിശദമായി നോക്കാം. രാഹുൽ ഗാന്ധിയെ റായ്ബറേലിയിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് കോൺഗ്രസ്. പ്രിയങ്ക ഗാന്ധി മത്സര രംഗത്തില്ല. കെ.എൽ. ശർമ്മയാണ് അമേഠിയിൽ സ്ഥാനാർത്ഥി. രാവിലെ റായ്ബറേലിയിൽ എത്തുന്ന രാഹുൽ ഉച്ചയോടെ പത്രിക നൽകും. വിവരങ്ങൾ ന്യൂസ് ഡെസ്കിൽ നിന്നും രഞ്ജിത്ത് രാമചന്ദ്രൻ നൽകും. രഞ്ജിത്ത്, രാഹുൽ ഗാന്ധി എപ്പോഴാണ് പത്രികാ സമർപ്പണത്തിനെത്തുന്നത്? ഒപ്പം അമേഠിയിൽ മത്സരിക്കാൻ രാഹുൽ സന്നദ്ധനാകാത്തത് കോൺഗ്രസ് പ്രവർത്തകരുടെ ആത്മവിശ്വാസത്തെ ബാധിക്കില്ലേ? പാർവതി, അഭ്യൂഹങ്ങൾക്കൊടുവിൽ രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ സ്ഥാനാർത്ഥിയാകുമെന്ന കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനമായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കെ.എൽ. ശർമ്മ, ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തനായ കെ.എൽ. ശർമ്മയാകും അമേഠിയിൽ മത്സരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമായ വിവരം. അതായത് കഴിഞ്ഞ 2 ദിവസമായി രാഹുൽ ഗാന്ധിയുമായും പ്രിയങ്ക ഗാന്ധിയുമായും കോൺഗ്രസ് നേതൃത്വം ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ രാഹുലെങ്കിലും UP-യിൽ ഏതെങ്കിലും 2 മണ്ഡലത്തിൽ എവിടെയെങ്കിലും മത്സരിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. കാരണം നമുക്കറിയാം, ഇന്ത്യ മുന്നണി അടക്കം UP-യിൽ വലിയ പോരാട്ടം BJP-ക്കെതിരെ നടത്തുന്ന പശ്ചാത്തലമുണ്ട്. അവിടെ രാഹുലിന്റെ അല്ലെങ്കിൽ ഗാന്ധി കുടുംബത്തിലെ ആളുകളുടെ അസാന്നിധ്യം വലിയ തോതിൽ തിരിച്ചടിയാകും എന്നാണ് കോൺഗ്രസ് അത്തരത്തിൽ കരുതുന്നത്. അതുകൊണ്ട് തന്നെ രാഹുൽ മത്സരിക്കണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. രാഹുലും പ്രിയങ്കയും ആദ്യഘട്ടത്തിൽ വിസമ്മതം അറിയിച്ചിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രിയങ്ക മത്സരിക്കാനില്ല എന്ന നിലപാടിൽ ഉറച്ചു നിന്നു. താൻ ദേശീയതലത്തിൽ പ്രചാരണത്തിന് നേതൃത്വം നൽകും എന്നാണ് പ്രിയങ്ക ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് അമേഠിയിൽ കെ.എൽ. ശർമ്മയെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത്. അമേഠിയാണ് രാഹുൽ ആദ്യം പരിഗണിച്ചിരുന്നത് രാഹുലിന്റെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട്. പക്ഷേ അമേഠിയിലെ സാഹചര്യം രാഹുലിന് തൽക്കാലം അനുകൂലമല്ല എന്ന വിലയിരുത്തലിലാണ് രാഹുലുമായി ബന്ധപ്പെട്ട ആളുകൾ എത്തിയത്. തുടർന്നാണ് റായ്ബറേലി, സോണിയാഗാന്ധി തുടർച്ചയായി പ്രതിനിധീകരിക്കുന്ന, കഴിഞ്ഞ തവണയും സോണിയാഗാന്ധി UP-യിൽ കോൺഗ്രസ് ജയിച്ച ഏക സീറ്റായ റായ്ബറേലിയിൽ മത്സരിക്കാൻ തീരുമാനമുണ്ടാകുന്നതും അവിടെ മത്സരിക്കാൻ തീരുമാനിച്ചതും. ഇന്ന് 10:15 അതായത് ഏതാണ്ട് 1.25 മണിക്കൂറിനകം രാഹുൽ റായ്ബറേലിയിൽ എത്തും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ രാഹുലിനൊപ്പം ഉണ്ടാകും. KC വേണുഗോപാൽ അടക്കം രാഹുലിനൊപ്പം ഉണ്ടാകും. തുടർന്ന് റോഡ് ഷോ അടക്കം ഉണ്ടാകുമെന്ന സൂചനകൾ കൂടിയുണ്ട്. 12 മണിക്ക് ശേഷമാകും രാഹുൽ പത്രിക സമർപ്പിക്കുക എന്നുള്ളതാണ്. അത് ഇന്ന് നമുക്കറിയാം, നാമനിർദ്ദേശ പത്രികാ സമർപ്പണം അവസാനിക്കാനുള്ള ദിവസം ഇന്നാണ്. 2004 മുതൽ തുടർച്ചയായി 3 തവണ ജയിച്ച അമേഠിയിൽ രാഹുൽ മത്സരിക്കണം എന്ന വാദം കോൺഗ്രസിൽ ഉയർന്നിരുന്നു. ഇന്നലെ രാത്രി വൈകിയും തീരുമാനമാകാതെ വന്നതോടെ അമേഠിയിലും റായ്ബറേലിയിലും രാഹുലിന്റെ കൂറ്റൻ ഫ്ലക്സുകൾ പാർട്ടി പ്രവർത്തകർ ഉയർത്തിയിരുന്നു. കൂടുതൽ ഫ്ലക്സുകളും ബാനറുകളും മറ്റും ഈ 2 സ്ഥലങ്ങളിലേക്കും എത്തുന്നു എന്ന വിവരങ്ങളടക്കം നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഇന്നലെ രാത്രി വൈകിയും തീരുമാനത്തിൽ രാഹുൽ എത്തിയിരുന്നില്ല വളരെ കൃത്യമായി. ഏറ്റവും ഒടുവിൽ ഇന്ന് രാവിലെയോടുകൂടിയാണ് ഒരു അന്തിമ ചിത്രം വ്യക്തമാകുന്നത് എന്നുള്ളതാണ്. ഏതായാലും കോൺഗ്രസിന് UP അഭിമാന പോരാട്ടമാണ്. ഇന്ത്യ മുന്നണി രൂപീകരിച്ചുള്ള ഒരു മത്സരം അവിടെ നടക്കുന്ന പശ്ചാത്തലം കൂടി ചേർത്ത് വായിക്കണം. സ്വാഭാവികമായും രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം വലിയ ഉണർവ് പാർട്ടിക്ക് സമ്മാനിക്കും എന്നാണ് കോൺഗ്രസ് നേതൃത്വം വിശ്വസിക്കുന്നത്, UP-യിലെ പ്രവർത്തകർ വിശ്വസിക്കുന്നത്. അപ്പോൾ മറ്റൊരു ചോദ്യം പ്രധാനമായും ഉയരുന്നത്, നേരത്തെ പറഞ്ഞതുപോലെ 2 സ്ഥലങ്ങളിൽ രാഹുൽ മത്സരിച്ചു. വയനാട്ടിലും റായ്ബറേലിയിലും മത്സരിക്കുമ്പോൾ 2ഇടത്തും ജയിച്ചാൽ എന്താകും സാഹചര്യം എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. തന്റെ അടുപ്പക്കാരോട് രാഹുൽ പറഞ്ഞു വെച്ചിരിക്കുന്നതും വയനാട് വിടാനുള്ള താല്പര്യക്കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ പലപ്പോഴും മത്സരം റായ്ബറേലി അല്ലെങ്കിൽ UP-യിൽ മറ്റൊരു സ്ഥലത്ത് മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇത് സംബന്ധിച്ച് ചില തീരുമാനങ്ങൾ പാർട്ടി തലത്തിൽ എടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അത് കൃത്യമായി തന്നെ പുറത്തേക്ക് വന്നിട്ടില്ല. അപ്പോൾ പോലും റായ്ബറേലി പോലെ കോൺഗ്രസിന്റെ തട്ടകത്തിൽ മത്സരിക്കാനുള്ള തീരുമാനത്തിൽ രാഹുൽ എത്തിച്ചേർന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. പാർവതി, ശരി. രാഹുൽ ഗാന്ധിയെ റായ്ബറേലിയിൽ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് പ്രഖ്യാപിച്ചു. ഇന്ന് ഉച്ചയോടുകൂടി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ